തീരസംരക്ഷണത്തിന്റെ പേരിൽ ഓരോ ബജറ്റിലും പ്രഖ്യാപനങ്ങളും വകയിരുത്തലുകളും ആവർത്തിക്കുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി. കുറേ വർഷങ്ങളായിട്ട് വെൽഫെയർ പാർട്ടി നിരന്തരം പറയുകയും സമരം ചെയ്യുന്ന ഒരു വിഷയമാണ് കടൽ ഭിത്തി നന്നായി കെട്ടുക. ചെല്ലാനത്തൊക്കെയുള്ളതുപോലെ ഈ കല്ല് കൊടുത്തിട്ടിട്ട് ആളെ പറ്റിക്കലല്ല. കൃത്യമായി കോടികൾ പാസ്സാക്കുന്നുണ്ട്, പക്ഷെ അതിപ്പോൾ വരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ഇടത് വർഷം ഭരിക്കുമ്പോഴും കോടികൾ പാസ്സാക്കി ഇവിടെ വന്നിട്ടില്ല. ഇപ്പോഴും പറയുന്നുണ്ട്, പുതിയ ഭരണകൂടം പറഞ്ഞു കോടികൾ പാസ്സാക്കുന്നു, പക്ഷെ പാസ്സാക്കലല്ലാതെ നടപ്പിലായി കിട്ടുന്നില്ല. അതൊരു ജനകീയമായ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ തരത്തിലുള്ള കടലിനെ സംരക്ഷിക്കണം. കടൽ തീരത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ സംരക്ഷിക്കണം. അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതൊരു വെൽഫെയർ പാർട്ടി കൃത്യമായി പറയുന്നു. ഇങ്ങനെ തട്ടിപ്പൊട്ടിക്കളയല്ലാതെ UDF ആണെങ്കിലും ശരി, LDF ആണെങ്കിലും ശരി, എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിൽ എത്ര പാവങ്ങളുടെ വീടുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര ആളുടെ ജീവിതമാണ് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എത്ര ആളുകളെ മാനസികമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കാണ്. എല്ലാ നിലക്കും വലിയ പ്രയാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വേണ്ടപ്പെട്ട ആളുകൾ കണ്ണു തുറന്നുകൊണ്ട് കൃത്യമായി MLA പറഞ്ഞിട്ടുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ താൽക്കാലികമായി കിട്ടും. അത് നിർമ്മർത്താനാവരുത്. കാരണം ആളുകൾ അതിൻ്റെ പിന്നാലെ പോകണം. കടൽക്ഷോഭവും കനത്ത മഴയും പ്രളയവും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ തീരദേശ ജനതയുടെ ജീവനും സ്വത്തിനും ഉപജീവനത്തിനും സുരക്ഷ ഉറപ്പാക്കുന്ന ശാസ്ത്രീയമായ തീരസംരക്ഷണ പദ്ധതികൾ സർക്കാർ അടിയന്തരമായി നടപ്പിലാക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. കടൽക്ഷോഭ ബാധിത മേഖല സന്ദർശിച്ച മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യമായ സ്ഥലങ്ങളിൽ ശക്തമായ കടൽഭിത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കുകയും നിലവിലുള്ള സംരക്ഷണ സംവിധാനങ്ങൾ അടിയന്തരമായി നവീകരിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. വർഷങ്ങളായി പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന സംരക്ഷണ പദ്ധതികൾക്ക് സർക്കാർ സമയബന്ധിതമായി രൂപം നൽകണമെന്നും അവർ പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദിവസങ്ങളായി മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങി തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. നിത്യവരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ദുരിതബാധിത കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം, മതിയായ നഷ്ടപരിഹാരം, ഭക്ഷ്യധാന്യ കിറ്റുകൾ, മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ദുരിതാശ്വാസ പാക്കേജ് എന്നിവ സർക്കാർ പ്രഖ്യാപിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. സന്ദർശനത്തിൽ മുഹമ്മദ് പൊന്നാനി, ഇസ്മയിൽ K, നാസർ മണമ്മൽ, അബ്ദുറഹ്മാൻ ഫാറൂഖി, മുഹമ്മദ് അലി മൊയ്തീൻ എന്നിവർ പങ്കെടുത്തു. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. ഒരു പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.